കഥ ഒരു കടലാസ് തോണി. ജൂണിലെ ഉച്ചതിരിഞ്ഞ സമയം. ആകാശമാകെ കറുത്തിരുണ്ടിരിക്കുകയാണ്. ക്ലാസ് മുറിയുടെ ജനലിലൂടെ നോക്കിയാൽ മുറ്റത്തെ ആ വലിയ മാവിൻ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. ആ വെള്ളക്കെട്ടിൽ വീഴുന്ന മഴത്തുള്ളികൾ ഉണ്ടാക്കുന്ന വട്ടങ്ങൾ നോക്കി നിൽക്കുകയാണ് 4ാം ക്ലാസ്സുകാരൻ അപ്പു. അവന്റെ കയ്യിൽ ബെഞ്ചിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു പഴയ നോട്ട്ബുക്ക് പേപ്പറുണ്ട്. അവൻ അതിൽ ഒരു കടലാസ് തോണി ഉണ്ടാക്കുകയാണ്. പക്ഷേ ക്ലാസ്സിൽ ഒരാളുടെ സാന്നിധ്യം അവനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. രാഘവൻ മാഷ്. രാഘവൻ മാഷ് എന്ന് പറഞ്ഞാൽ ആ സ്കൂളിലെ സിംഹമാണ്. മുണ്ട് മടക്കി കുത്തി കക്ഷത്തിൽ ഒരു ചൂരൽവടിയും വെച്ച് മാഷ് നടന്നു വരുമ്പോൾ വരാന്തയിലെ ശബ്ദങ്ങൾ പോലും നിലക്കും. മാഷ് ഇന്ന് കണക്കാണ് പഠിപ്പിക്കുന്നത്. ഗുണനപ്പട്ടിക ചൊല്ലിക്കൊടുക്കുമ്പോഴും മാഷിന്റെ കണ്ണ് ക്ലാസ്സിലാകെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അപ്പു പതുക്കെ ആ കടലാസ് തോണി തന്റെ നിക്കറിന്റെ പോക്കറ്റിലേക്ക് തിരുകി. അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. ഈ പെയ്യുന്ന മഴ തോരുന്നതിന് മുമ്പ് ആ വെള്ളക്കെട്ടിൽ ഈ തോണി ഒന്ന് ഇറക്കണം. പെട്ടെന്നാണ് മാഷ് അപ്പുവിന്റെ അടുത്തേക്ക് വന്നത്. അപ്പു, 7 എത്രയാ? മാഷ് ഗർജിച്ചു. പേടിച്ചു വിറച്ച അപ്പു എഴുന്നേറ്റ് നിന്നു. പോക്കറ്റിലിരുന്ന കടലാസ് തോണിയുടെ ഒരു കോൺ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. മാഷിന്റെ കണ്ണതിലുടക്കി. എന്താടാ നിന്റെ പോക്കറ്റിൽ? മാഷ് ചോദിച്ചു. അപ്പു മിണ്ടിയില്ല. മാഷ് ആ കടലാസ് തോണി വലിച്ചെടുത്തു. ക്ലാസ് ആകെ നിശബ്ദം. എല്ലാവരും വിചാരിച്ചു ഇന്ന് അപ്പുവിന് നല്ല അടി കിട്ടുമെന്ന്. മാഷ് ആ തോണി കയ്യിലെടുത്തു. തിരിച്ചും മറിച്ചും നോക്കി. പിന്നെ ഒരക്ഷരം മിണ്ടാതെ അത് ഡെസ്കിന് മുകളിൽ വെച്ചു. ഇരുന്നോ, മാഷ് ശാന്തനായി പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞു ബെല്ലടിച്ചു. കുട്ടികളെല്ലാം ഓടി പുറത്തിറങ്ങി. മഴ കുറച്ചു കുറഞ്ഞിട്ടുണ്ട്. അപ്പു സങ്കടത്തോടെ തന്റെ കീറിയ കടലാസ് തോണിയുമായി ആ വെള്ളക്കെട്ടിനടുത്തെത്തി. പക്ഷേ ദൂരെ നിന്ന് മാഷ് വരുന്നത് കണ്ട് അവൻ ഭയന്നു മാറി നിന്നു. മാഷ് അപ്പുവിന്റെ അടുത്തേക്ക് നടന്നു വന്നു. കയ്യിലുണ്ടായിരുന്ന വടി അദ്ദേഹം പതുക്കെ വരാന്തയിലെ തൂണിൽ ചാരി വെച്ചു. എന്നിട്ട് കുനിഞ്ഞ അപ്പുവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ തോണി വാങ്ങി. അപ്പു അത്ഭുതപ്പെട്ടുപോയി. മാഷ് ആ വെള്ളക്കെട്ടിന്റെ അരികിൽ ചെന്ന് വളരെ സൂക്ഷ്മതയോടെ ആ കടലാസ് തോണി വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു. മഴവെള്ളത്തിലെ ചെറിയ ഓളങ്ങളിൽ ആ തോണി പതുക്കെ നീങ്ങി തുടങ്ങി. മാഷ് അത് നോക്കി നിൽക്കുകയാണ്. അപ്പുവിന്റെ പേടി മാറി. അവൻ മാഷിന്റെ അരികിലേക്ക് ചെന്നു. മാഷ് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ കണ്ണുകളിൽ പഴയ കർക്കശക്കാരനായ അധ്യാപകനല്ലായിരുന്നു, മറിച്ച് സ്വന്തം ബാല്യം തിരയുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു. പെട്ടെന്ന് വെള്ളത്തിലെ ഒരു ഒഴുക്കിൽപ്പെട്ട് തോണി ചരിഞ്ഞു. അത് പതുക്കെ മുങ്ങാൻ തുടങ്ങി. അപ്പുവിന്റെ മുഖം വാടി. പക്ഷെ മാഷ് പറഞ്ഞു, സാരമില്ലടാ അപ്പു, ഈ തോണി മുങ്ങിയാലെന്താ, നാളെ നമുക്ക് ഇതിലും വലിയൊരു കപ്പലുണ്ടാക്കാം. ആ വാക്കുകൾ പറയുമ്പോൾ മാഷിന്റെ കൈ അപ്പുവിന്റെ തലയിൽ തലോടുന്നുണ്ടായിരുന്നു. വരാന്തയിൽ ചാരി വെച്ച ആ ചൂരൽവടി അവിടെ ഇരുന്ന് നനയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷം അവർക്കിടയിൽ വടികളോ പേടിയോ ഇല്ലായിരുന്നു. വെറും 2 കുട്ടികൾ മാത്രം. Thank you for watching the story with us by Muhashira.